everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 7th lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices under Kerala University. In previous lecture, we concluded the modes of recovery, and in this lecture we are going to study about tax clearance certificate, which comes under section 230 of Income Tax Act 1961. Okay, tax clearance certificate under section 230, subject to such exceptions as the central government may notify. That means ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് there are certain exceptions and the exceptions will be notified by the central government. Okay, a person who satisfies the 3 conditions. Okay, ഇനി നമ്മൾ പറയാൻ പോകുന്ന 3 conditions സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാൾക്ക് ഇന്ത്യയുടെ ടെറിട്ടറി വിട്ട് പോകാം. And the conditions are: first one, no person who is not a domiciled in India, which means a person who is not a permanent resident in India, ഇന്ത്യയിൽ പെർമനന്റ് റെസിഡന്റ് അല്ലാത്ത ഒരു പേഴ്സൺ who has come to India in connection with business, profession or employment. ഇന്ത്യയിലേക്ക് അയാൾ വന്നത് for the purpose of business, profession or employment, ഇതിലേതെങ്കിലും ഒന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. And who has income derived from any source in India, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നും income derives for him. ഓക്കെ, ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ, if he satisfies the above 3 conditions, then he shall leave the territory of India by land, sea or air unless he furnishes to the prescribed authority an undertaking in a prescribed form from his employer or through whom he is in receipt of income, that the tax payable by such person shall be paid by him. Simple ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ 3 കണ്ടീഷൻസ്, അതായത് എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ പെർമനൻറ്റ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഹു ഹാസ് കം ടു ഇന്ത്യ ഇൻ കണക്ഷൻ വിത്ത് ബിസിനസ്, പ്രൊഫഷൻ ഓർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹു ഹാസ് ഇൻകം ഡിറൈവ്ഡ് ഫ്രം എനി സോഴ്സ് ഇൻ ഇന്ത്യ. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാൾക്ക് ഇന്ത്യയുടെ ടെറിട്ടറി വിട്ട് പോകണമെങ്കിൽ ഹി ഷാൽ ലീവ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ബൈ ലാൻഡ്, സീ ഓർ എയർ, ഏത് മാർഗത്തിലൂടെയും പോകാം. അൺലെസ്, പക്ഷേ അയാൾ എന്ത് ചെയ്യണം? പോകുന്നതിന് മുൻപ് ഒന്നുകിൽ അയാളുടെ എംപ്ലോയറിൽ നിന്നോ അല്ലെങ്കിൽ ആരിൽ നിന്നാണോ ഇൻകം റിസീവ് ചെയ്യുന്നത് അയാളിൽ നിന്നോ ഒരു ഡിക്ലറേഷൻ, അതാണ് അണ്ടർടേക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അണ്ടർടേക്കിങ്ങിൻ്റെ മീനിങ് ഡിക്ലറേഷൻ എന്നുള്ള ആ ഒരു സെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡിക്ലറേഷൻ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ അതോറിറ്റീസിന് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഡിക്ലറേഷൻ ആരാണ് കൊടുക്കേണ്ടുന്നത്? ഒന്നുകിൽ എംപ്ലോയർ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻകം ആരിൽ നിന്നാണോ ഇൻകം ഇയാൾ റിസീവ് ചെയ്യുന്നത് അയാൾ കൊടുക്കുക. ആൻഡ് ദാറ്റ് ദ ടാക്സ് പേബിൾ ബൈ സച്ച് പേഴ്സൺ ഷാൾ ബി പെയ്ഡ് ബൈ ഹിം. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ ടെറിട്ടറി വിട്ട് പോകാൻ പോകുന്ന ഈ ആൾ കൊടുക്കാനുള്ള ടാക്സ്, അത് ഈ ഡിക്ലറേഷൻ കൊടുക്കുന്ന ആൾക്കാർ, ഡിക്ലറേഷൻ കൊടുക്കുന്ന ആരാണോ അവർ പേ ചെയ്യും. ഓക്കെ, അതായത് ഈ 3 കണ്ടീഷനും ഫുൾഫിൽ ചെയ്യുന്ന ഒരാളിന് ഇന്ത്യ വിട്ട് പോകണം എന്നുണ്ടെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഒരു ഡിക്ലറേഷൻ എംപ്ലോയറിൽ നിന്നോ അല്ലെങ്കിൽ ഇൻകം ആരിൽ നിന്ന് റിസീവ് ചെയ്യുന്നോ അയാളിൽ നിന്നോ വാങ്ങി അതോറിറ്റീസിന് സബ്മിറ്റ് ചെയ്യണം. ആൻഡ് അതിലെന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്? ടാക്സ് പേബിൾ ബൈ സച്ച് പേഴ്സൺ, അതായത് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരാൾ പേ ചെയ്യേണ്ടുന്ന ടാക്സ് ആരാണോ ഈ ഡിക്ലറേഷൻ കൊടുക്കുന്നത് അയാൾ പേ ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ ഓൺ റെസീറ്റ് ഓഫ് ദ അണ്ടർടേക്കിംഗ് ദ അതോറിറ്റി ഷാൾ ഇമ്മീഡിയറ്റ്ലി ഗീവ് ടു സച്ച് പേഴ്സൺ എ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ലിവിങ് ഇന്ത്യ. അങ്ങനെ ഒരു ഡിക്ലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു അണ്ടർടേക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതോറിറ്റി എന്ത് ചെയ്യും? ഒരു നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഈ പേഴ്സൺ ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഫോർ ലീവിങ് ഇന്ത്യ, ഇന്ത്യ വിട്ട് പോകാനായിട്ട് ഒരു നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും ഇയാൾക്ക്. ഓക്കെ.
And however, the above conditions shall not apply to a person who is not domiciled in India but visits India as a foreign tourist or for any other purpose not connected with business, profession or employment. ഈ പറഞ്ഞിരിക്കുന്ന നമ്മളിപ്പോൾ പഠിച്ച ഈ കണ്ടീഷൻ ആർക്ക് ആപ്ലിക്കബിൾ അല്ല? എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ പെർമനൻറ്റ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പെർമനൻറ്റ് റെസിഡൻറ്റ് അല്ലാത്തൊരു പേഴ്സൺ ആണ്, പക്ഷേ അയാൾ ഇന്ത്യയിലേക്ക് വന്നത് ആസ് എ ഫോറിൻ ടൂറിസ്റ്റ്, ഒരു ഫോറിൻ ടൂറിസ്റ്റ് ആയിട്ടാണ് വന്നത്. ഓർ ഫോർ എനി അതർ പർപ്പസ്, മറ്റെന്ത് കാര്യത്തിന് വേണമെങ്കിലും, ഒന്നുകിൽ ഫോറിൻ ടൂറിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ ആണ് ഇന്ത്യയിലേക്ക് വന്നത്. ബട്ട് ദാറ്റ് പർപ്പസ് ഇസ് നോട്ട് കണക്റ്റഡ് വിത്ത് ബിസിനസ്, പ്രൊഫഷൻ ഓർ എംപ്ലോയ്മെൻറ്റ്. ബിസിനസ്സോ പ്രൊഫഷനോ എംപ്ലോയ്മെൻറ്റോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനല്ല വന്നത് എങ്കിൽ ഈ കണ്ടീഷൻസ് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ. The balance of tax clearance certificate will continue in next lecture. Hope you all understand the content of this lecture. Thank you.